ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു. ഇന്ന് ഞാൻ സംസാരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയല്ല, കുട്ടികൾക്ക് വേണ്ടി ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്ന അമ്മമാർക്ക് വേണ്ടിയാണ്. എസ്പെഷ്യലി 40s അടുപ്പിക്കുന്നവർ അല്ലെങ്കിൽ 40+ ആവുന്നവർ. ആ സമയത്താണ് മെനോപോസിന്റെ ഏജ്. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങൾ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഡയറ്റ്. എന്തൊക്കെയാണ് ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടത്? വെള്ളം നിങ്ങൾ മറന്നേ പോവല്ലേ. എണീറ്റുടനെ കുറച്ച് വെള്ളം അങ്ങ് കുടിക്കും, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ മതി. എപ്പോഴും നമുക്ക് കൈയെത്തുന്ന ദൂരത്തിൽ വെള്ളം ഉണ്ടായിരിക്കണം. കുക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങളൊരു ബോട്ടിൽ വെള്ളം കിച്ചൻ്റെ അവിടെ വെക്കും. വർക്ക് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ അടുത്ത് വെക്കണം. നന്നായിട്ട് വെള്ളം കുടിക്കണം. സെക്കൻഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോട്ടീൻ. നമ്മൾ ഈ സാഗ് ചെയ്തൊക്കെ തുടങ്ങുന്നതൊക്കെ എപ്പോഴും ഈ കൊളാജൻ്റെ ഒക്കെ കുറവുകൊണ്ടാണ്. പ്രോട്ടീൻ നമുക്ക് നന്നായിട്ട് കഴിച്ചാൽ നല്ലതായിരിക്കും. എസ്പെഷ്യലി ഈസിലി അവൈലബിൾ ആയ മുട്ട, പയറുവർഗ്ഗങ്ങൾ ഒക്കെ നിങ്ങൾ എന്തായാലും ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്തേ പറ്റും. 13 വെജിറ്റബിൾസ്. എപ്പോഴും വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെജിറ്റബിൾസ് കഴിച്ച് വയറ് നിറയ്ക്കുക. പിന്നെ ഒരു പോർഷൻ പ്രോട്ടീനും കഴിക്കുക. പിന്നെ കാർബോഹൈഡ്രേറ്റ് നിങ്ങൾക്ക് വേണ്ടത്ര രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ ഇതാണ് 3 കാര്യങ്ങൾ: വാട്ടർ, വെജിറ്റബിൾസ് ആൻഡ് പ്രോട്ടീൻ. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് തന്നെ വെച്ച് ചെയ്യണം. അല്ലാതെ എല്ലാവരുടെയും ബാക്കിയുള്ളത് കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത് കേട്ടോ. പിന്നെ ഇതിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ പറയില്ല, മനസ്സറിഞ്ഞ് കഴിക്കുക എന്നുള്ള കാര്യം. നമുക്ക് എപ്പോഴും തിരക്കാണ്, എല്ലാം എടുത്ത് വലിച്ചു വാരി കഴിച്ച് അല്ലെങ്കിൽ ഇത്തിരി സമയം കൊണ്ട് സ്പീഡിൽ കഴിച്ച് നമ്മൾ ഒരു ഓട്ടത്തിൻ്റെ ഇടയിലാണ് അല്ലേ. മൈൻഡ്ഫുൾ ഈറ്റിംഗ് അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് കഴിക്കുക എന്നുള്ളൊരു പ്രിൻസിപ്പിളിലേക്ക് നമ്മളെല്ലാവരും ഇന്ന് മുതൽ വന്നേ പറ്റൂ. എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ബാക്കി ഡിസ്ട്രാക്ഷൻസ് എല്ലാം ഒഴിവാക്കുക. TV, ഫോണ് എല്ലാം ഒഴിവാക്കുക. വീട്ടിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് വേണമെങ്കിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പതുക്കെ ഇരുന്ന് എൻജോയ് ചെയ്ത് കഴിക്കാം. ഒറ്റയടിക്ക് വലിച്ചു വാരി കഴിക്കാതെ ഒരു സ്മോൾ കുറച്ചൊരു ക്വാണ്ടിറ്റി എടുത്ത് വായിൽ വെച്ച് ചൂ ചെയ്ത് എൻജോയ് ചെയ്ത്, അതായത് ആ ഭക്ഷണത്തിലേക്ക് അലിഞ്ഞ് ചേർന്നിട്ട് കഴിക്കുക. ഇത്ര ടൈം എടുത്ത് കഴിക്കാവോ, കുറച്ചുകൂടി ഡ്യൂറേഷൻ കൂട്ടി എടുത്തിട്ട് കഴിച്ചിട്ടില്ല. കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഫുഡ് അതിൻ്റെ ഒരു സ്മെല്ല് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റിനെ കുറിച്ച് നിങ്ങൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ആലോചിക്കുക. അപ്പം അത് നല്ല അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ബോഡിക്കും നല്ലതായ രീതിയിൽ ആഗിരണം ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 3 ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻ്റ് ഐറ്റംസിൻ്റെ കൂടെ മൈൻഡ്ഫുൾ ഈറ്റിങ്ങും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് നല്ല രീതിയിലേക്ക് തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.